അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദു വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന നബിയ്യനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 2-3 ആഴ്ചകളിലായി പലിശ എന്ന വളരെ മാരകമായ അപകടത്തെക്കുറിച്ചും അതിൽ നിന്ന് ഭിന്നമായി പ്രവർത്തിക്കുന്ന ബാങ്കിങ് സംവിധാനത്തെക്കുറിച്ചുമാണ് നാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഖുത്ബകൾ ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുകയും വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ധാരാളം അന്വേഷണങ്ങളാണ് അത് സംബന്ധമായി വന്നുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണങ്ങളുടെയും താല്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ കൂടി ഇന്നത്തെ ഖുത്ബയിൽ പരാമർശിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പലിശ എന്ന ഖുർആൻ സംശയലേശമന്യേ നിരോധിച്ചിട്ടുള്ള തിന്മയെ ഖുർആൻ മാത്രമല്ല മറ്റേത് വേദങ്ങളും, യഹൂദ, ക്രൈസ്തവ, ഭാരതീയ, ബുദ്ധ മത തത്വങ്ങളും വേദങ്ങളുമെല്ലാം സംശയലേശമന്യേ നിരോധിച്ചിട്ടുണ്ട് പലിശയെ. അത് കുറ്റകരമാണ്, പാപമാണ് എന്ന് വളരെ കണിശമായും കർശനമായും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പലിശയുമായി ബന്ധപ്പെട്ട് ആളുകൾക്കിടയിൽ കൃത്യമായൊരു ധാരണയില്ല എന്നുള്ളതാണ് പലരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് എന്താണെന്ന് പുരോഹിതന്മാർ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നാണ് കാണാൻ കഴിയുന്നത്. എവിടെ നിന്നാണ് പലിശ ആരംഭിച്ചത് എന്നന്വേഷിച്ചാൽ കൃത്യമായൊരു കണക്ക് നമുക്ക് കാണാൻ സാധ്യമല്ല. രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൽ BC 3000, ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുൻപ് ആണ് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഇടപാടുകൾ ആരംഭിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ അതിനു മുൻപും ഉണ്ടായിരിക്കാം. അതാരംഭിച്ചത് മൃഗങ്ങളുടെയും വിത്തുകളുടെയും കൈമാറ്റത്തിലൂടെയായിരുന്നു. അതായത് കാർഷിക വൃത്തികൾക്ക് ആവശ്യമായ വിത്തുകൾ നൽകുകയും കാലികളെ നൽകുകയും ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇടപാട് ആരംഭിച്ചത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നു. ഇത് സുമേറിയൻ സംസ്കാരത്തിലാണ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനു മുൻപില്ല എന്നതിനർത്ഥമില്ല, പക്ഷേ അവിടെ നിന്നാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അവിടെ നിന്നിങ്ങോട്ട് ഇന്ന് കാണുന്ന ബാങ്കിങ് സംവിധാനത്തിലേക്കും കൊള്ളപ്പലിശ സംവിധാനത്തിലേക്കും ബ്ലേഡ് രീതിയിലേക്കുമൊക്കെ അത് മാറുകയുണ്ടായി. ഔദ്യോഗികമായി ഗവൺമെൻറ്റുകൾ നടത്തുന്ന ബാങ്കിങ് സംവിധാനത്തിലൂടെ ലഭിക്കുന്ന അധിക പണം, അല്ലെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന അധിക പണം പലിശയല്ല എന്നാണല്ലോ നാം പറഞ്ഞു വരുന്നത്. ഇത് സംബന്ധമായി എല്ലാവരും അംഗീകരിക്കുന്ന യൂസുഫുൽ ഖർലാബി എന്ന ഈ അടുത്ത് മരണപ്പെട്ടു പോയ ഒരു പണ്ഡിതൻ്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വിഷയം ആരംഭിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം വളരെ ശക്തമായി ബാങ്ക് പലിശ ഹറാമാണ് എന്ന് വാദിച്ചിരുന്ന ആളാണ്. യാതൊരു നീക്കുപോക്കുമില്ല, ബാങ്കിൽ പോകരുത്, ബാങ്കിൽ നിന്ന് കാശ് എടുക്കരുത്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യരുത്, അത് ഹറാമാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം എഴുതുകയും പ്രസംഗിക്കുകയും 4 നൂറ്റാണ്ട് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത ആളായിരുന്നു യൂസുഫുൽ ഖർലാവി. അങ്ങനെ അദ്ദേഹം 2000 ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ആ ലേഖനത്തിൻ്റെ പേര് ഷിറാഉൽ ബുയൂത്തി അൻ തരീഖുൽ ബുനൂക്ക്. ബാങ്കുകൾ വഴി വീടെടുക്കുന്നതിനെ സംബന്ധിച്ച്, വീട് വാങ്ങുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ലേഖനമാണ്. 2000 ഈ ലേഖനം പ്രസിദ്ധീകരിച്ചത്. ആ ലേഖനത്തിൽ ബാങ്കുകളുമായി ഇടപാടുകളാകാം, അത് പലിശയല്ല എന്ന നിലക്ക് അദ്ദേഹം അനുവാദം നൽകി. അതേ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന പിന്നീടുണ്ടായതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. യഖൂലു ഷെയ്ഖ് ഖർലാബി പറയുന്നു, കുന്തു മിൻ ഖബ്ലു റുബുഅ ഖർനിൻ മുഖാലിഫൻ ലഹു, ഞാൻ 4 നൂറ്റാണ്ട് കാലം
അതിശക്തമായി ബാങ്കിങ്ങിനെ എതിർത്തിരുന്നു. ബൽമിൻ അഷദ്ദിൽ മുആരിദീനലഹു, ഞാൻ അതിനോട് തീവ്രമായ നിലപാടുള്ള ആളായിരുന്നു. വ ഉഷദ്ദിദു ഫീ ദാലിക, ഞാൻ അതിൽ അതികഠിനവും കണിശവുമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. വലാ ഹറജ അൽ ആലിമിൽ മുസ്ലിം അൻ യുഗൈറ ഇജ്തിഹാദുഹു, എന്നാൽ അറിയേണ്ടത് ഒരു മുസ്ലിമായ പണ്ഡിതന് അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൽ മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതാണ്. വ അഖൂലു, ഇപ്പോൾ ഞാൻ പറയുന്നു, ലഅന്നൽ ഇൻസാന ഫീ ശൈഖൂഖതിഹി യകൂനു അക്സറ ഇഷ്ഫാഖൻ അലാ ഖൽഖില്ലാ, വയസ്സാകുമ്പോൾ മനുഷ്യർക്ക് സാധാരണ നിലക്ക് എല്ലാവരോടും ഒരു അനുകമ്പ കൂടുതലായി തോന്നുക സ്വാഭാവികമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വാക്സർ റബ്ബത്തം ഫി തൈസീരി അലൈഹിം, ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി പറഞ്ഞു കൊടുക്കാനാണ് പ്രായമാകുമ്പോൾ പക്വതയുണ്ടാകുമ്പോൾ തോന്നുക. ഫഹാദാഹു റഅയ്യുല്ലദീ ഇഖ്തനഅതു ബിഹി, ഞാനിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള അഭിപ്രായം അതാണ്. വൻതഹാ ഇലൈഹി ഇജ്തിഹാദി, എൻ്റെ ഗവേഷണം ഞാൻ ഇവിടെയാണ് അവസാനിപ്പിക്കുന്നത്. വലാ യസഉൽ ആലിമുൽ മുസ്ലിം അൻ യഖൂന അമാനത്തുൽ ഇൽം, ജ്ഞാനവുമായി ബന്ധപ്പെട്ട വിശ്വസ്തത ഒരിക്കലും മറച്ചു വെക്കാനോ വഞ്ചിക്കാനോ ഒരു മുസ്ലിമായ പണ്ഡിതന് ജ്ഞാനിക്ക് സാധ്യമല്ല എന്നതാണ് വസ്തുത. വയുഫ്തിന്നാസ ബിഅക്സി മാ യഖ്തനഉ ബിഹി, അയാളുടെ ബോധ്യത്തിനെതിരായി ജനങ്ങളോട് പറയാനും പാടില്ല. ബലിൽ മത്ലൂബു മിൻഹു ശർഅൻ അല്ലാ യക്തുമ ദാലിക അനിൻ നാസ്, ബോധ്യപ്പെട്ട കാര്യം മറച്ചു വെക്കാനും പാടില്ല എന്നുള്ളതാണ് വിധി. വ ഇല്ലാ ഖാന ആശിമൻ, അങ്ങനെയല്ലെങ്കിൽ കുറ്റക്കാരനായിത്തീരും. വ ഖുസൂസൻ ഇദാ ഖാന ഫീഹി തൈസീറു അലൈഹിം വഫ്ഉൽ ഹർജി അലൈഹിം, ജനങ്ങൾക്ക് എളുപ്പമാകുന്ന ജനങ്ങൾക്ക് പ്രയാസങ്ങൾ ദൂരീകരിക്കുന്ന കാര്യങ്ങളാകുമ്പോൾ പ്രത്യേകിച്ചും അത് ചെയ്യേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനാൽ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാനിപ്പോൾ അനുവാദം നൽകുന്നു എന്ന് യൂസുഫുൽ ഖർളാവി പറഞ്ഞു. കേരളത്തിലുള്ള ഒട്ടുമിക്ക വഹാബി സംഘടനകളും മതരാഷ്ട്ര പ്രസ്ഥാനങ്ങളുമെല്ലാം വളരെയധികം ഉയർത്തിക്കാണിക്കുന്ന ഒരു പണ്ഡിതനാണല്ലോ യൂസുഫുൽ ഖർളാവി. അദ്ദേഹത്തിൻ്റെ നിലപാടാണ് ഞാനിവിടെ വായിച്ചത്. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് വീട് ഉണ്ടാക്കുന്നതിനും അതുപോലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും ബാങ്ക് ഇടപാടുകൾ നടത്താമെന്നും അതിൽ നിന്ന് വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നത് അനുവദനീയമാണെന്നുമാണ് യൂസുഫുൽ ഖർളാവി പറഞ്ഞിട്ടുള്ളത്. ഇത് ആലോചിക്കേണ്ട വിഷയമാണ്. ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ ബാങ്കിൽ കൊടുക്കുന്ന അധിക പണം ഖുർആൻ നിരോധിച്ച റിബയല്ല എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. ഇതിന് ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ വ്യത്യസ്തങ്ങളായ പ്രയോഗങ്ങളാണ് ഉള്ളത്. ഇതിന് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഖുർആൻ നിരോധിച്ച റിബയല്ല. ഖുർആൻ നിരോധിച്ച റിബയ്ക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ പറയുന്നത് യൂഷറി എന്നാണ്. ഇത് തമ്മിൽ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. യൂഷറി എന്നത് കൊള്ളപ്പലിശയെ സംബന്ധിച്ച് പറയുന്ന പ്രയോഗമാണ്. യൂഷറി ഈസ് ദ പ്രാക്ടീസ് ഓഫ് മേക്കിംഗ് അൺഎത്തിക്കൽ ഓർ ഇമ്മോറൽ ലോൺസ് ദാറ്റ് അൺഫെയർലി എൻറിച്ച് ദ ലെൻഡർ. ഇതാണ് യൂഷറിയെക്കുറിച്ചുള്ള നിർവചനം. അഥവാ കൊള്ളപ്പലിശ, ധാർമ്മികമല്ലാത്ത അന്യായമായ അധിക പലിശ വാങ്ങുന്നതിനാണ് യൂഷറി എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാം നിരോധിച്ച ഖുർആൻ നിരോധിച്ച റിബ. എന്നാൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതോ, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടുമല്ല. ഇൻട്രസ്റ്റ് ഈസ് എ പെർസെൻറ്റേജ് യു പേ യുവർ ലെൻഡർ എലോൺ, വൈൽ യൂഷ്വറി ഈസ് ദ ആക്ട് ഓഫ് ചാർജിങ് എക്സസീവ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ദാറ്റ് ആർ അൺഫെയർ ടു ബോറോവേഴ്സ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഫീസാണ്. നിങ്ങളുടെ ഇടപാടിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഫീസ് മാത്രമാണ്. അതിൻ്റെ പെർസെൻറ്റേജ് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. 1 മുതൽ 12% വരെ ആണ് വർഷത്തിൽ വാങ്ങുന്നത് എന്ന് കരുതുക. അതിനിടയിലുള്ള ശരാശരി എടുത്താൽ 6-7% വരും. ഇത് സാമ്പത്തികമായ ക്രയവിക്രയത്തിൽ സംഭവിക്കുന്ന മൂല്യശോഷണത്തിൻ്റെ തോതനുസരിച്ച് കുറവാണ്. എന്താണ് പലിശ എന്ന് മനസ്സിലാക്കാൻ ഇമാം ഇബ്നു അറബിയുടെ, ഇബ്നു അറബി എന്ന് പറഞ്ഞാൽ സൂഫിയായ ഇബ്നു അറബി അല്ല, ഒരു ഫഖീഹായ ഇബ്നുൽ അറബി ഉണ്ട്, എല്ലാവരും അംഗീകരിക്കുന്ന ഇബ്നുൽ അറബി, അബൂബക്കർ ഇബ്നുൽ അറബി. അദ്ദേഹം പറയുന്നു, വക്കാന റിബ ഇൻദഹും മഅറൂഫൻ യുബായിഉ റജുലു ഇലാ അജലിൻ വഇദാ ഹൽ അജ്ലു ഖാല തഖ്ലി അം തുറബി. ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു നിശ്ചിത അവധിക്ക് പണം കൊടുത്തതിന് ശേഷം അവധിയായാൽ ഈ കൊടുത്തയാൾ ചോദിക്കുന്നത് ആ പലിശ കൂടി മുതലിലേക്ക് ഉൾപ്പെടുത്തി ഇതങ്ങ് നീട്ടുകയല്ലേ എന്നാണ്. അങ്ങനെ ഒരു പലിശ എന്ന് പറയുന്ന ആ അധിക പണത്തിന് വീണ്ടും കൂടുതൽ പലിശ വാങ്ങാൻ തുടങ്ങുന്നു. ഇതാണ് ഇസ്ലാം നിരോധിച്ച പണം എന്ന് അബൂബക്കർ ഇബ്നുൽ അറബി അദ്ദേഹത്തിൻ്റെ അഹ്കാമുൽ ഖുർആനിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഇബ്നുൽ ഖയ്യിം പറയുന്നത് എന്താണ്? ഇബ്നുൽ ഖയ്യിം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധനായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്കിടയിൽ വളരെ പ്രസിദ്ധനായ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു,
فمنعهم من ربا الفضل لما يخاف عليهم من ربا النسيئة وذلك أنهم باعوا درهما بدرهمين. പണം വിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിർഹം 2 ദിർഹമിന് വിൽക്കുക. നമുക്കറിയാം കറൻസി സ്വയം ഒരു വിൽപ്പന ചരക്കല്ല. 50 രൂപ നമുക്ക് 60 രൂപയ്ക്ക് വിൽക്കാൻ പറ്റില്ല. 100 രൂപയുടെ നോട്ട് 110 രൂപയ്ക്ക് വിൽക്കാൻ പറ്റില്ല. കാരണം പണം ഒരു സ്വയം വിൽപ്പന ചരക്കല്ല. അത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള വസ്തുക്കളെ വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അടയാളമാണ്. പക്ഷേ പലിശയിൽ സംഭവിക്കുന്നത് പണം തന്നെ അധികമായി കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാമോന്നറിയില്ല, സൗദി അറേബ്യയിൽ പോയ ആളുകൾക്ക്, അവിടെ ജീവിച്ച ആളുകൾക്കൊക്കെ അറിയാം, ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സൗദി അറേബ്യയിലെ ചില ഗ്രാമപ്രദേശങ്ങളിൽ, ദമാം റിയാദ് ഭാഗത്തുള്ള ചില ഗ്രാമപ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട ചില കടകൾ കാണാം. ഇപ്പോഴും ഉണ്ട്. ഒരാഴ്ച മുമ്പ് ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ ഇപ്പോഴും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ ഒറ്റപ്പെട്ട ചില കടകളുണ്ട്. അവിടെ ടൈഡ് അല്ലെങ്കിൽ ഏരിയൽ പോലുള്ള സോപ്പ്, ഡിറ്റർജൻറ്റ് പൗഡറാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഇഷ്ടം പോലെ ഉണ്ടാകും. നിങ്ങൾ പോയിട്ട് അവരോട് പറയുന്നു, എനിക്ക് 1000 ദിർഹമിൻ്റെ ടൈഡ് വേണം. നിങ്ങൾക്ക് അവർ 1000 ദിർഹമിൻ്റെ ടൈഡ് തരും. എന്നിട്ട് നിങ്ങൾക്ക് അത് വിൽക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവർ 750 ദിർഹം തരും. 1000 ദിർഹമിൻ്റെ 1000 റിയാലിൻ്റെ ടൈഡ് നിങ്ങൾക്ക് കടമായി തന്നു. നിങ്ങൾ ആ ടൈഡ് അപ്പോൾ തന്നെ ആ കടക്കാരന് വിൽക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് 750 800 റിയാൽ തരും. നിങ്ങൾ അയാൾക്ക് 1000 റിയാൽ തിരിച്ചു കൊടുക്കണം പിന്നീട്. ഇങ്ങനെ ടൈഡും ഏരിയലും വെച്ച് വിൽപ്പന നടക്കുന്നത് ഇല്ലീഗലാണെന്ന് വിചാരിക്കരുത്. അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾ അറിഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ വൈറ്റ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കണം, ഒരു പ്രോമിസ് നോട്ട് കൊടുക്കണം. നിങ്ങളുടെ അവധി കഴിഞ്ഞാൽ ഈ പ്രോമിസ് നോട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയാൽ മതി. ഒരു നിയമ നടപടിയും ഇല്ലാതെ നിങ്ങളെ അവർക്ക് അറസ്റ്റ് ചെയ്യാനും നിയമ നടപടികൾ സ്വീകരിക്കാനും പറ്റും. ഇതാണ് കൊള്ളപ്പലിശ. ഇതിനാണ് കൊള്ളപ്പലിശ എന്ന് പറയുന്നത്. പണത്തിന് അവിടെ ടൈഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അലമാരയിൽ വെച്ചിരിക്കുന്ന സാധനം മാത്രമാണ്. നിങ്ങളത് തൊടുകയോ വാങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളത് വാങ്ങുന്നു എന്ന് പറയുന്നു. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ചില ഭാഗങ്ങളിൽ നോട്ട് തോണിയാക്കി വിൽക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു അത്രേ. അതായത് നിങ്ങൾ ഒരാളോട് പോയി ചോദിക്കുന്നു, എനിക്കൊരു തോണി വേണം. അപ്പോൾ 100 രൂപയുടെ തോണി ഉണ്ടാക്കി തരും നിങ്ങൾക്ക്. ഈ തോണിയുടെ വില 200 രൂപയാണ്. അങ്ങനെ 100 രൂപയുടെ തോണി 200 രൂപയ്ക്ക് തരും. അത് പലിശയല്ല, അത് തോണി വിറ്റതാണെന്നാണ് പറയുക. ഇതന്നെ കൊള്ളപ്പലിശ. ഇങ്ങനെ കൊള്ളപ്പലിശയ്ക്ക് സാധൂകരണം നൽകുകയും ബാങ്കിൽ പോകുന്നതിനെ ഹറാം എന്ന് പറഞ്ഞ് എതിർക്കുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്? ജനങ്ങളെ വെറുതെ തെറ്റിദ്ധരിപ്പിച്ച് പാപബോധമുള്ളവരാക്കി, കുറ്റബോധമുള്ളവരാക്കി അവരെ കൊള്ളപ്പലിശ കേന്ദ്രങ്ങളിലേക്ക് പറഞ്ഞയക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പുരോഹിതന്മാർ ചെയ്യുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. മദീനയിൽ ചെന്നപ്പോൾ പ്രവാചകൻ അവിടെ മാർക്കറ്റിൽ ഇടപെട്ട ഒരു സംഭവമുണ്ട്. നബി മദീനയിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള കർഷകരെല്ലാം ദരിദ്രരാണ്, കടക്കാരാണ്. എങ്ങനെയാണ് കടക്കാരാകുന്നത്? അവിടെയുള്ള യഹൂദ മുതലാളിമാർ, അവരാണ് ക്യാപിറ്റലിൻ്റെ ആളുകൾ. അവർ ഈ കർഷകരുടെ അടുത്ത് വന്നിട്ട് പറയും, നിങ്ങളുടെ ഈ തോട്ടത്തിലെ സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് തരണം. കിലോയ്ക്ക് 10 റിയാൽ വെച്ച് തരാം, അല്ലെങ്കിൽ 10 ദിർഹം വെച്ച് തരാം. മാർക്കറ്റിൽ അതിൻ്റെ വില 50 ദിർഹമായിരിക്കും. 50 ദിർഹമുള്ള ഈത്തപ്പഴത്തിനാണ് ഇവർ 10 ദിർഹം തരാമെന്ന് പറയുന്നത്. അങ്ങനെ ഒന്നുമില്ലാത്ത ഈ കർഷകർ 10 ദിർഹം വെച്ച് കിലോയ്ക്ക് വാങ്ങേണ്ടി വരുന്നു. അങ്ങനെ വിളവെടുപ്പിൻ്റെ സമയത്ത് ഈ ചൂഷകരായിട്ടുള്ള മുതലാളിമാർ പോയി എല്ലാം പറിച്ചെടുത്ത് തൂക്കി 10 ദിർഹം വെച്ച് കണക്കാക്കുകയും ബാക്കിയുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കുകയും ബാക്കിയില്ലെങ്കിൽ പലിശ കണക്കാക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഒരിക്കലും അടച്ചു തീരാത്ത വിധം ഇവർ കണക്കാരായിത്തീരും. ഈ ഒരു സന്ദർഭത്തിലാണ് മുഹമ്മദ് നബി മദീനയിലെത്തുന്നത്. മുഹമ്മദ് നബി ഇങ്ങനെ കാർഷിക വൃത്തിയിൽ ഇടപെടുകയും അവർക്ക് വായ്പ നൽകുകയും ഈ ഒരു സംവിധാനത്തെ ഇല്ലാതാക്കുകയും അവർ സമ്പന്നരാവുകയും ചെയ്ത ചരിത്രമുണ്ട്. ഇത് കൊള്ളപ്പലിശയാണ്. ഇങ്ങനെയുള്ള കൊള്ളപ്പലിശകളിലാണ് യഥാർത്ഥത്തിൽ ഇടപെടേണ്ടത് എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. റിബയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് കാര്യങ്ങൾക്ക് ഒരു കൃത്യത വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ചിലരൊക്കെ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നിക്ഷേപങ്ങൾ എങ്ങനെയൊക്കെ ആകാം എന്നുള്ളതാണ്. ഇത്തരമൊരു ഖുത്ബയിൽ അത് പൂർണ്ണമായും പറയുക സാധ്യമല്ല. ധാരാളം സംവിധാനങ്ങൾ ഇന്നുണ്ട്. ഇപ്പോൾ അസ്മാഉൽ ഹുസ്നയുടെ പേരിലൊക്കെ ജ്വല്ലറികൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അള്ളാൻ്റെ ഓരോ നാമത്തിനും ഓരോ ജ്വല്ലറി, എന്നിട്ട് ഇഷ്ടം പോലെ ഓഫറുകൾ, വാങ്ങുന്നത്ര സ്വർണം ഫ്രീ, സമ്മാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലൊക്കെ ആളുകൾ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ്. യാതൊരു സംശയവുമില്ല, ഏതൊരു ഘട്ടത്തിലത് പൊട്ടും, അത് പൊളിയും. ഈ നിക്ഷേപിച്ചവരൊക്കെയും തകർന്ന് തരിപ്പണമാകും. 100 പ്രാവശ്യം പഠിച്ചാലും പഠിക്കാത്ത, ആവർത്തിച്ചാലും പഠിക്കാത്ത എന്തോ
ഒരു ആർത്തിയുടെ മനോഭാവം ആളുകളുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും ഐറിച്ച് പോലുള്ള ഈ കമ്പനികൾക്കൊക്കെ വളരാനും വികസിക്കാനും ഇഷ്ടംപോലെ ആളുകളെ പറ്റിക്കാനും സാധിക്കുന്നത്. ആർക്കെങ്കിലും പറ്റിക്കാനുണ്ടെങ്കിൽ ഞങ്ങളിതാ ഇവിടെ ഉണ്ട് എന്ന് വിലാസം വെച്ച് കാത്തിരിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. യഥാർത്ഥത്തിൽ മ്യൂച്വൽ ഫണ്ട് പോലുള്ള മെല്ലെ വർദ്ധിക്കുന്ന, അങ്ങനെയാണല്ലോ, ഓരോന്നിനും അതിൻ്റെതായ ടൈമുണ്ട്, പീരീഡുണ്ട്, ഗ്രാജുവലിയുള്ള വളർച്ചയുണ്ട്. ആ വളർച്ചയ്ക്ക് കാത്തു നിൽക്കാതെ പെട്ടെന്ന് ലാഭം വേണമെന്ന ആർത്തിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കെടുതികളിലേക്ക് മനുഷ്യരെ നയിക്കുന്നത്. എല്ലാ ബാങ്കുകളും, മിക്കവാറും നാഷണലൈസ്ഡ് ബാങ്കുകളെല്ലാം മ്യൂച്വൽ ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള മേഖലകൾ തിരഞ്ഞെടുക്കാം. കാർഷികമാണെങ്കിൽ കാർഷികം, വ്യവസായമാണെങ്കിൽ വ്യവസായം, ഓയിൽ മേഖലയാണെങ്കിൽ അത്, അങ്ങനെയുള്ള കമ്പനികളിൽ മ്യൂച്വൽ ഫണ്ടിൽ ഏർപ്പെടാം. പക്ഷേ അതിൻ്റെ വളർച്ച ക്രമാനുഗതമായിട്ടായിരിക്കും. ഇനി അതല്ലെങ്കിൽ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് അറിയാവുന്നവർക്ക് അത് വളരെ അപകടം പിടിച്ച കളിയാണ്. പക്ഷേ അറിയാവുന്നവർക്ക് അതിലും നല്ല ലാഭം മാത്രം ഉണ്ടാകുന്ന, നഷ്ടത്തിലേക്ക് പോകാൻ സാധ്യതയില്ലാത്ത കമ്പനികളുടെ ഷെയറുകൾ വാങ്ങാം, വിൽക്കാം. അതുപോലെ ബിറ്റ്കോയിൻ പോലുള്ള അതുപോലെ പുതിയ കറൻസി സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിപ്റ്റോ കറൻസി പോലുള്ള ഏർപ്പാടുകൾ, അതും പഠിച്ചു കേട്ടതാണ്. ഞാൻ പറയുന്നത് സാധ്യതകൾ ധാരാളമുണ്ട്. ഇതൊന്നുമില്ലാതെ എവിടെയാണ് നിക്ഷേപിക്കേണ്ടതെന്ന് പറയുന്നത്? ഗൾഫിൽ 10, 40 കൊല്ലം 30 കൊല്ലം ജോലി ചെയ്ത് ജീവിതം മുഴുവനും തുലച്ച് കിട്ടുന്ന കുറച്ച് പണം കൊണ്ടുവന്നിട്ട് ഇങ്ങനെയുള്ള ഏതോ കൊള്ള മുതലാളിമാരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്ത് തുലഞ്ഞു പോകുന്ന നൂറുകണക്കിന് ആളുകളെ എനിക്കറിയാം. ഇവിടെ ബാങ്കിങ് സംവിധാനമുണ്ട്, അങ്ങോട്ട് പോകാൻ പേടിയാണ് അവർക്ക്. ഈ പുരോഹിതന്മാർ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഈ കൊള്ള മുതലാളിമാരുടെ അടുത്ത് പോയാലോ ഒരു കുഴപ്പമില്ല, പൊട്ടിപ്പാളീസായാൽ ഈ പുരോഹിതന്മാർക്കൊന്നുമില്ല. ആദ്യത്തെ മാസവും 2 മാസവും 6 മാസമൊക്കെ പണം ഇങ്ങനെ കൊടുക്കും. 1,00,000-ന് 2,000 വെച്ച്, 2,500 വെച്ച്, 3,000 വെച്ച് കൊടുക്കും. അപ്പോൾ ഉള്ളതൊക്കെയും കൊണ്ടു കൊടുക്കും, മറ്റുള്ളവരുടെ അടുത്തും വാങ്ങിക്കൊണ്ടു കൊടുക്കും. എന്നിട്ട് പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി ആത്മഹത്യയിലേക്ക് പോയി. ആത്മഹത്യയെക്കുറിച്ചൊന്നും ആർക്കും പരാതിയില്ല. ബാങ്കിൽ പോയി ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ കണക്കുകൾ പരിശോധിക്കണ്ടേ? ബാങ്കിൽ പോയിട്ട് എത്ര ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, എത്ര ആളുകൾ നന്നായിട്ടുണ്ട്? ഏതോ 1-2 മനുഷ്യന്മാരുടെ ആത്മഹത്യ ഞാനതിന് ചെറുതായി കാണുകയല്ല. അങ്ങനെയാണെങ്കിൽ കച്ചവടം ചെയ്തിട്ട് ആത്മഹത്യ ചെയ്ത എത്ര ആളുകളുണ്ട്? കൃഷി ചെയ്തിട്ട് ആത്മഹത്യ ചെയ്ത എത്ര ആളുകളുണ്ട്? വാഹനം വാങ്ങിയിട്ട് ആത്മഹത്യ ചെയ്ത എത്ര ആളുകളുണ്ട്? എന്നിട്ട് അതൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാരെങ്കിലും ഇന്ന് മുതൽ ആരും കൃഷി ചെയ്യാൻ പാടില്ല, കാരണം കൃഷി ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്ത് ലോജിക്കാണ് ഈ പറയുന്നതിനൊക്കെ ഉള്ളത്? നമ്മുടെയൊക്കെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് വരികയാണ്, ഒരുപാട് ആളുകൾ തകർന്നു പോയിട്ടുണ്ട്. തകർന്നു പോയതിനേക്കാൾ കൂടുതൽ നന്നായിട്ടുണ്ട് നമ്മുടെ ബാങ്കുകൾ മുഖാന്തരം. ബാങ്കിങ് സംവിധാനം ഒരു രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ എക്കണോമി സിസ്റ്റത്തെ കൃത്യമായി നിലനിർത്തുന്നതിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അത് ഉപയോഗപ്പെടുത്താതെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞ് ഗവൺമെൻറ് കൊടുക്കുന്ന സബ്സിഡി പാടില്ല, ഹറാമാണ്. ഇൻഷുറൻസ് പാടില്ല, ഹറാമാണ്. ബാങ്കിൽ പോയി കൂടാ, ഹറാമാണ്. ലോൺ എടുത്തുകൂടാ, ഹറാമാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് ഈ സാധാരണക്കാരൻ എന്ത് ചെയ്യണം? അതിന് പകരം പറഞ്ഞു കൊടുക്കണം മതം. നിസ്കാരത്തിൻ്റെ ഫർദ് ഷർത്തും മുറിയുന്ന കാര്യങ്ങളും പഠിപ്പിച്ചാൽ പോരാ, ഈ സാധാരണക്കാരൻ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കണം. പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നൊരു കുട്ടി, നല്ല ബുദ്ധിയുള്ള, ദക്ഷിണാശേഷിയുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് വിദേശത്ത് പോയി പഠിക്കണം. നിങ്ങൾ കൊടുക്കുമോ? പള്ളി കമ്മിറ്റി കൊടുക്കുമോ പണം? ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കണം. ഹറാമെന്ന ഫത്വയും നൽകിയിട്ട് പള്ളിയുടെ മെമ്പറിൽ ഇരുന്നാൽ പോരാ, റൂമിലിരുന്നാൽ പോരാ, പറഞ്ഞു കൊടുക്കണം ആളുകൾക്ക്. അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാത്ത മതത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ, അവൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ലെങ്കിൽ ഈ മതത്തിന് എന്ത് പ്രസക്തിയാണ്? നിസ്കാരത്തിൻ്റെ ഷർത്തും ഫർളും കഴിഞ്ഞ 1500 കൊല്ലം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇടപെടണം. കാശുമായിട്ട് വരുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആകെത്തുകയായിട്ട് വരുന്ന, ഗൾഫിൽ 10-25 കൊല്ലം ജോലി ചെയ്തിട്ട് വരുന്ന ആളോട് അയാളുടെ നിക്ഷേപത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. പള്ളികൾക്ക് അതിനുള്ള ബാധ്യതയുണ്ട്, മഹല്ല് കമ്മിറ്റികൾക്കും പുരോഹിതന്മാർക്കും ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ മിണ്ടരുത്. സമൂഹത്തിന് മുന്നോട്ട് പോകാൻ ആവശ്യമായ വിഷയങ്ങൾ പറയലാണ് മതത്തിൻ്റെ ധർമ്മം. അപ്പോഴാണ് മതം കാലാതീതമാകുന്നത്. അപ്പോഴാണ് ഓരോ കാലത്തിനും പ്രസക്തമായ വേദമായി തീരുന്നത്. അത് പറയണോ? അല്ലാതെ ഹറാമെന്നിങ്ങനെ മന്ത്രിച്ചിരിക്കലല്ല, താടിയുടെ നീളവും പാൻറ്റിൻ്റെ ഇഞ്ചും നോക്കലല്ല. മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുകയാണ് മതത്തിൻ്റെ ധർമ്മം എന്ന് അർത്ഥം. ഷെയ്ഖ് അബ്ദുൽ അസീസ് ജാവിഷ് എന്ന് പറയുന്ന മുഹമ്മദ് അബ്ദുവിൻ്റെ ശിഷ്യൻ, മുഹമ്മദ് അബ്ദുവിനെ ഈ വഹാബികളൊക്കെ കാഫറാക്കിയിട്ടുണ്ട്, ഹദീസ് നിഷേധി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് ഇസ്ലാമിക ചിന്തയുടെ നവജാഗരണത്തിന് ചുക്കാൻ പിടിച്ച ഒരു മഹാവ്യക്തിത്വമാണ് മുഹമ്മദ് അബ്ദു. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ റഷീദ് റിള, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന, അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും പോകാറുണ്ടായിരുന്ന ഷെയ്ഖ് അബ്ദുൽ അസീസ് ജാവിഷ് എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം പറയുന്നത്, അർരിബ അല്ലദീ കാന മഅറൂഫൻ ഫിൽ ജാഹിലിയ്യത്തി ഹുവ റിബ അദ്ദുയൂനുൽ മുളാഅഫ്, കൊള്ളപ്പലിശയാണ് ഖുർആൻ നിരോധിച്ച റിബ. ഫർരിബല്ലദീ ലൈസ ഫീഹി മുളാഅഫ ലം യുഹറം ഫിൽ കിതാബ്.
കൊള്ളപ്പലിശയല്ലാതെ നമ്മുടെ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഫായിദ അത് ഖുർആൻ നിരോധിച്ച റിബയല്ല എന്ന് അദ്ദേഹം ഏതാണ്ട് 80-75 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പൂഴ്ത്തി വെച്ചിട്ടാണ് ഇപ്പോഴും ഹറാമിൻ്റെ ഫത്വയുമായി നടക്കുന്നത്. ധാരാളം പണ്ഡിതന്മാർ ഇത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സാധാരണക്കാരോട് പറയാനുള്ളത്, നിങ്ങളോട് ഹറാം എന്ന് പറഞ്ഞ് ഈ പുരോഹിതന്മാരൊക്കെ ബാങ്കിൽ ക്യൂ നിൽക്കുകയാണ്. നിങ്ങളോട് ഹറാം എന്ന് പറഞ്ഞ് ഇവരൊക്കെയും ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. നിങ്ങളോട് ഹറാം എന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് കിട്ടുന്ന പണം ആരും വാങ്ങാതെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പുരോഹിതന്മാർ. ഈ ഇരട്ടത്താപ്പ് നിങ്ങൾ അറിയണം. സാധാരണക്കാരൻ്റെ ജീവിതത്തെ സങ്കീർണതയിൽ അകപ്പെടുത്തി ഇവരൊക്കെയും ഇത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ, ബാങ്കുകളുടെ ആനുകൂല്യം എടുത്തിയാടുകയല്ല വേണ്ടത്, മറിച്ച് ആലോചിച്ച് പഠിച്ച് ചിന്തിച്ച് വിദഗ്ധരോട് ചർച്ച ചെയ്ത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ കരുപ്പിടിപ്പിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈനി മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദിൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബ്നി ദബീഹീൻ സയ്യിദിനാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അല്ലദീന ജാഹദൂ ബി അംവാലിഹിം ഫീ സബീലില്ലാഹ് വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബഹു ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമ. സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്നൊന്നുകൂടി ഉണർത്തുകയാണ്. കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബാങ്കുകളുമായി ബന്ധപ്പെടണം എന്ന് പറയുമ്പോൾ തന്നെ ലോണുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തിരിച്ചടക്കാനുള്ള സാധ്യതയെക്കുറിച്ചും കഴിവിനെക്കുറിച്ചും ആളുകൾ ചിന്തിക്കേണ്ടതുണ്ട്. ലോണ് കിട്ടും എന്ന് കരുതി ഉള്ളതും ഇല്ലാത്തതുമായ രേഖകളുണ്ടാക്കി കയ്യും കാലം പിടിച്ച് ലോൺ വാങ്ങിയതിന് ശേഷം തിരിച്ചടക്കാൻ സാധിക്കാതെ ജപ്തി വരുമ്പോൾ ജപ്തി വന്നേന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഏതൊരു ബാങ്കിനും ഏതൊരു സംവിധാനത്തിനും അതിൻ്റെ ടേംസ് ഉണ്ടാകും, നോംസ് ഉണ്ടാകും. അത് ലംഘിച്ചാൽ അവർക്ക് പണം തിരിച്ചു പിടിക്കേണ്ടത് ആവശ്യമായി വരും. അല്ലെങ്കിൽ ഒരു കൊല്ലല്ലേ ഒരു ബാങ്ക് നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ലോൺ എടുക്കുന്നത് തിരിച്ചടക്കാൻ സാധിക്കുന്നു. ലോൺ എടുക്കേണ്ടത് എപ്പോഴും നിർമ്മാണാത്മകമായ കാര്യങ്ങൾക്കാണെന്ന് ഞാൻ പറഞ്ഞു. പ്രൊഡക്റ്റീവായ കാര്യങ്ങൾക്കാണ് ലോൺ എടുക്കേണ്ടത്. നിങ്ങൾക്ക് തിരിച്ചടക്കാൻ സാധിക്കുന്ന വിധത്തിൽ ആണ് ലോൺ എടുക്കേണ്ടത്. ആഡംബരങ്ങൾക്ക് വേണ്ടി എടുക്കരുത്. സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ലോൺ എടുക്കരുത്. അവിടെയൊക്കെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. നിങ്ങൾക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള താല്പര്യമുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ട്, അതിനൊക്കെ ലോൺ എടുക്കണം. എടുക്കണമെന്നാണ് പറയുന്നത്, എടുക്കാമെന്നല്ല, എടുക്കണം. എന്നിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ, നിങ്ങളുടെ കൃഷിയെ വികസിപ്പിക്കണം. ഉള്ളിടത്ത് നിൽക്കരുത്, മുന്നോട്ട് പോകണം. ഉത്കർഷേച്ഛയുള്ളവനായിരിക്കണം വിശ്വാസി. ഇന്നുള്ളിടത്ത് നിൽക്കലല്ല. ഒരു പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ജഅൽ യൗമനാ ഹാദാ ഖൈറൻ മിൻ അംസിനാ. അല്ലാഹുവേ, എൻ്റെ ഇന്നലത്തേതിനേക്കാൾ മെച്ചമാക്കണം. അല്ലാഹുമ്മ ജഅൽ ഗദനാ ഖൈറൻ മിൻ യൗമിനാ ഹാദാ. അല്ലാഹുവേ, എൻ്റെ നാളെയെ ഇന്നത്തേതിനേക്കാൾ മെച്ചമാക്കണം. ഓരോ നിമിഷവും മെച്ചപ്പെട്ടതാകണം. മുന്നോട്ട് പോകണം, മേലോട്ടായിരിക്കണം. പടവലങ്ങ പോലെ ആകരുത്. മേലോട്ട് പോകണം, വളരണം. അതിന് ലോൺ എടുക്കണം. അല്ലാതെ വീട് നന്നാക്കാനും കാറ് വാങ്ങാനും ടൈൽസ് മാറ്റാനും അല്ല ലോൺ എടുക്കേണ്ടത്. ഇത് നമ്മൾ പഠിക്കേണ്ടുന്നൊരു പാഠമാണ്, സാമ്പത്തികമായ അച്ചടക്കം എന്നുള്ളത്. ഇങ്ങനെയുള്ളവരാണ് ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരുന്നത്. അങ്ങനെയുള്ളവരാണ് നാശത്തിലേക്ക് എടുത്തിയാടേണ്ടി വരുന്നത്. കൃത്യമായ ആസൂത്രണമില്ലാതെ ലോൺ എടുക്കുന്നവർ. അപ്പോൾ ലോണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും വെറുതെ കിട്ടുന്ന മാതിരി എടുക്കരുത്. ആവശ്യം എന്താണെന്ന് അറിയണം. കൃത്യമായ ആസൂത്രണം വേണം. വളരെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടാകണം. എന്നിട്ട് ആളുകളോട് ചർച്ച ചെയ്തിട്ടൊക്കെയാണ് ലോണിന് പോകേണ്ടത്. ലോണിന് പോകുമ്പോൾ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ ബാങ്ക് ഏതാണ്, കൂടുതൽ കിട്ടുന്നിടത്ത് പോവുകയല്ല, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ ബാങ്ക് ഏതാണ്, അടവ് സാവധാനത്തിലാക്കുന്ന ബാങ്ക് ഏതാണ് എന്നൊക്കെ നോക്കി കൃത്യമായി നോക്കിയിട്ട് പോയിട്ട് എടുക്കുക എന്നുള്ളതാണ് ആവശ്യമായിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ കൂടുതലായി പഠിക്കാനും മനസ്സിലാക്കാനുമൊക്കെ എല്ലാവരും തയ്യാറാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.